2022 അവസാന ദിനം കാലയവനികയിൽ മറഞ്ഞപ്പോൾ സഭാ ചരിത്രത്തിലും ഒരു ചരിത്രയുഗത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു. വിശ്വാസത്തിന്റെ ധീര കാവലാളും സത്യത്തിന്റെ വക്താവുമായിരുന്ന പ്രിയ പിതാവ് ബെനഡിക്ട് പാപ്പ മൺമറഞ്ഞ വാർത്ത അവിശ്വസനീയമായിരുന്നു. എന്നിരിക്കലും ഏതവസരത്തിലും വിശ്വാസത്തിൽ വിട്ടുവീഴ്ചകളില്ലാതെ പ്രിയ പാപ്പ ഉയർത്തിയ പ്രവാചക ശബ്ദവും അദ്ദേഹത്തിന്റെ അനന്യ വ്യക്തിത്വവും ധീര നിലപാടുകളും ഓർമ്മകളുടെ ചെപ്പിൽ സ്വർണലിപികളായി എക്കാലവും ജീവിക്കുക തന്നെ ചെയ്യും. പാപ്പയുടെ മരണത്തിലൂടെ സഭയ്ക്ക് ഒരു സ്വർഗീയ മധ്യസ്ഥൻ കൂടി ജനിച്ചിരിക്കുന്നു എന്ന പ്രത്യാശ നെഞ്ചിലേറ്റുന്നതോടൊപ്പം തന്റെ വിശ്വസ്തദാസനെ കർത്താവ് വാരിപ്പുണരുന്ന നിമിഷങ്ങളിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ തിരുവചനം പറയുന്നു, തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ജീവിതം കൊണ്ടും മരണം കൊണ്ടും അജഗണത്തിന് മാതൃകയും പ്രചോദനവുമായി മാറിയ വിശ്വാസത്തിന്റെ ധീരയോദ്ധാവിന്റെ പുണ്യസ്മരണകൾക്ക് മുന്നിൽ ഷെക്കേന ന്യൂസ് സമർപ്പിക്കട്ടെ പ്രാർത്ഥന പ്രണാമങ്ങൾ. വിശ്വാസത്തിൽ കാലിടറിയവരെ താങ്ങി എഴുന്നേൽപ്പിച്ച, സഭാമക്കളെ നിരന്തരം അനുഗ്രഹിച്ച, അറിഞ്ഞും അറിയാതെയും വേദനിപ്പിച്ചവർക്ക് മാപ്പ് നൽകിയ ആ ഇടയ കരങ്ങൾ ഇന്ന് നിശ്ചലമാണ്. നിത്യഗേഹത്തിൽ മാലാഖ വൃന്ദത്തോടൊപ്പം കരഘോഷത്തോടെ കർത്താവിനെ പാടിപ്പുകഴ്ത്താൻ ആ കരങ്ങൾക്ക് സാധിക്കട്ടെ. ദേശദേശാന്തരങ്ങൾ താണ്ടി സത്യവിശ്വാസത്തിന്റെ സംരക്ഷണത്തിനായി സുവിശേഷം പ്രസംഗിക്കാൻ അക്ഷീണം ഓടിയ ആ സുന്ദര പാദങ്ങൾ ഇന്ന് നിർജീവമാണ്. കണ്ണഞ്ചിക്കുന്ന സ്വർഗരാജ്യത്തിൽ വിശുദ്ധരോടും സ്വർഗവാസികളോടുമൊപ്പം സഞ്ചരിക്കാൻ ആ പുണ്യപാദങ്ങൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ. സഭാപ്രബോധനങ്ങൾ പ്രതിരോധിക്കാൻ തീയമ്പുകൾ കൊളുത്തിയ പ്രവാചക ശബ്ദം മൊഴിഞ്ഞിരുന്ന ആ അധരങ്ങൾക്ക് നിത്യകാലം കർത്തൃസന്നിധിയിൽ സ്തുതികളാലപിക്കാൻ ഭാഗ്യം ലഭിക്കട്ടെ. സഭയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വന്ന ചതിക്കെണികളെ ജ്ഞാനദൃഷ്ടിയോടെ നോക്കിക്കണ്ട ആ കണ്ണുകൾ ഇനി 10,000 സൂര്യനെ വെല്ലുന്ന തേജസ്സുള്ള കർത്താതികർത്തന്റെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിക്കട്ടെ. കർത്താവിനും സഭയ്ക്കുമായി നിരന്തരം തുടിച്ചിരുന്ന പ്രിയ പാപ്പയുടെ ചേതനയറ്റ ഹൃദയം ഇനി അദ്ദേഹത്തിന്റെ പ്രാണപ്രിയനിൽ ലയിക്കട്ടെ. 2022 ഡിസംബർ 31 അജഗണങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹവായ്പകളോടെ പിതൃസ്ഥാനം നേടിയിരുന്ന എമിരറ്റസ് ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ വിയോഗവാർത്ത ലോകം ഞെട്ടലോടെ ശ്രവിച്ചത്. ഇറ്റാലിയൻ സമയം രാവിലെ 9:34 പാപ്പ നിത്യത പുലുകിയതെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് സ്ഥിരീകരിക്കുകയുണ്ടായി. എമിരറ്റസ് പാപ്പയ്ക്കായി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആഹ്വാനങ്ങളെ തുടർന്ന് ആഗോള സഭയിൽ ശക്തമായ പ്രാർത്ഥനകൾ ഉയരുന്നതിനിടെയായിരുന്നു ആ ഇടയവര്യൻ തന്റെ നിത്യവസതിയിലേക്ക് യാത്രയായത്. ലോകത്തെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടായിരുന്നു എമിരറ്റസ് പാപ്പയുടെ വസതിയായ മാത്തർ എക്ലേസിയയിൽ നിന്നും ഒടുവിൽ ആ മരണവാർത്ത എത്തിയത്. സ്വയം വിരമിച്ചിട്ടും ആഗോള സഭയുടെ വിശ്വാസ സമൂഹത്തിന് തെളിമയുള്ള ദൈവശാസ്ത്ര ചിന്തകൾ നൽകി വന്ന ബെനഡിക്ട് പാപ്പയുടെ വിയോഗം ഏറെ വേദനയോടെയാണ് ലോകം ശ്രവിച്ചത്. വത്തിക്കാനിലെ പോളാറാമൻ ഹാളിൽ വെച്ച് നടന്ന തന്റെ പതിവ് പൊതു അഭിസംബോധനയ്ക്കിടയിൽ ഫ്രാൻസിസ് പാപ്പയായിരുന്നു തന്റെ മുൻഗാമിയായ ബെനഡിക്ട് പാപ്പയുടെ അസുഖ വിവരത്തെക്കുറിച്ച് ആദ്യ സൂചന നൽകിയത്. നിശബ്ദമായി സഭയെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ബെനഡിക്ട് പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്ന ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ആഗോള സഭയെ മുഴുവൻ ആശങ്കയുടെ നിഴലിൽ ആഴ്ത്തിയിരുന്നു. അദ്ദേഹത്തെ ഓർക്കുക, അദ്ദേഹം വളരെ രോഗബാധിതനാണ്. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും അവസാനം വരെ സഭയോടുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാനും കർത്താവിനോട് അപേക്ഷിക്കുക എന്നും വികാരാധീനനായി ഫ്രാൻസിസ് പാപ്പ അറിയിക്കുകയായിരുന്നു. വിശ്വാസ സമൂഹം പ്രാർത്ഥനയോടെയായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അഭ്യർത്ഥന സ്വീകരിച്ചത്. ബെനഡിക്ട് പാപ്പയുടെ അസുഖ വിവരത്തെക്കുറിച്ച്
കൂടുതലൊന്നും ഫ്രാൻസിസ് പാപ്പ വെളിപ്പെടുത്തിയില്ലെങ്കിലും എല്ലാം ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വത്തിക്കാൻ വാർത്താ കാര്യാലയത്തിന്റെ ഡയറക്ടറായ മാറ്റിയോ ബ്രൂണിയുടെ സ്ഥിരീകരണവും പുറത്തുവന്നു. പ്രായാധിക്യത്തെ തുടർന്നുള്ള അസുഖം മൂലം ബെനഡിക്ട് 16 പാപ്പയുടെ ആരോഗ്യസ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മാറ്റിയോ ബ്രൂണി വ്യക്തമാക്കി. അദ്ദേഹം ഡോക്ടർമാരുടെ നിരന്തരമായ നിരീക്ഷണത്തിലാണെന്നും ബ്രൂണി അറിയിച്ചു. ഇതോടെ ബെനഡിക്ട് പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലായെന്ന് വ്യക്തമായിരുന്നു. അവസാനം വരെ സഭയോടുള്ള സ്നേഹത്തിന്റെ സാക്ഷ്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്തുവാനുള്ള ഫ്രാൻസിസ് പാപ്പയുടെ പ്രാർത്ഥനാഭ്യർത്ഥന ലോകം ഏറ്റെടുത്തു. വൈദികരും മെത്രാന്മാരും അൽമായരും ഉൾപ്പെടെയുള്ളവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തങ്ങളുടെ പ്രാർത്ഥനകൾ പങ്കുവച്ചു. ലോകമെങ്ങും നിന്നുയർന്ന ആ പ്രാർത്ഥനയ്ക്കിടയിലാണ് ബെനഡിക്ട് പാപ്പ നിത്യതയിലേക്ക് നീങ്ങിയത്. പ്രാദേശിക സമയം രാവിലെ 9:34 അണയാത്ത വിശ്വാസജ്വാല സഭാമക്കളിൽ ശേഷിപ്പിച്ച് ആ സ്നേഹപിതാവ് തന്റെ ഭൗമിക കൂടാരത്തോട് എന്നേക്കുമായി വിടചൊല്ലി. തിരുത്തലുകളുടെയും ഏറ്റുപറച്ചിലുകളുടെയും അധ്യായത്തിന് പരിസമാപ്തി കുറിച്ച് സഭയുടെ 265 കപ്പിത്താൻ യാത്രയായി. ചെറുത്തുനിൽപ്പിന്റെയും അതിജീവനത്തിന്റെയും വിശ്വാസ പോരാട്ടത്തിന്റെയും ചരിത്രയുഗത്തിൽ സഭയെ വിജയകരമായി നേർദിശയിൽ നയിച്ച പടത്തലവൻ തന്റെ ഐഹിക ഓട്ടം പൂർത്തിയാക്കി നീതിയുടെ കിരീടം സ്വീകരിക്കാൻ പ്രയാണം ആരംഭിച്ചു. തന്നെ നിത്യവിശ്രമത്തിലേക്ക് യാത്രയാക്കുന്ന മൃതസംസ്കാര ശുശ്രൂഷകളെപ്പറ്റി ലാളിത്യത്തിന്റെയും എളിമയുടെയും നിറകൂടമായിരുന്ന എമരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ മുന്നമേ ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹ സഫലമെന്നോണം അദ്ദേഹത്തിന്റെ മുൻഗാമി വിശുദ്ധ ജോൺ പോൾ 2 പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരുന്ന കല്ലറയിൽ തന്നെയാണ് എമരിറ്റസ് പാപ്പയ്ക്ക് അന്ത്യവിശ്രമം ഒരുക്കപ്പെട്ടത്. അങ്ങനെ തന്റെ പിൻഗാമിയായ മാർപ്പാപ്പ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് തന്റെ മുൻഗാമിയുടെ കബറിടത്തിൽ അന്ത്യവിശ്രമം പുൽകാനുള്ള അപൂർവ ഭാഗ്യം സിദ്ധിച്ചവനായി ബെനഡിക്ട് പിതാവ് ചരിത്രം കുറിച്ചു. എമരിറ്റസ് ബെനഡിക്ട് പാപ്പയ്ക്ക് അവസാനമായി അന്ത്യയാത്ര ചൊല്ലാൻ സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിൽ 60,000-ഓളം ജനസാഗരമായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. പേപ്പൽ അഭിവാദ്യങ്ങളിലൂടെയും ആശീർവാദങ്ങളിലൂടെയും അപ്പസ്തോലിക ആഹ്വാനങ്ങളിലൂടെയും ഇതേ വേദിയിൽ പാപ്പ പ്രത്യക്ഷനായിരുന്നതിന്റെ ഓർമ്മകൾ പലരെയും വികാരഭരിതരാക്കി. സങ്കടവും പ്രാർത്ഥനയും തളം കെട്ടിനിന്ന അന്തരീക്ഷത്തിൽ പാപ്പയുടെ ഭൗതിക ശരീരം അടങ്ങിയ പേടകം സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിലേക്ക് ആദരപുരസ്സരം പ്രദക്ഷിണമായി ആനയിക്കപ്പെട്ടു. 3 ഘട്ടങ്ങളായി നടത്തപ്പെട്ട മൃതസംസ്കാര ശുശ്രൂഷകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ബെനഡിക്ട് പാപ്പയുടെ പിൻഗാമി ഫ്രാൻസിസ് പാപ്പ തന്നെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി എന്നതായിരുന്നു. പാപ്പയുടെ കാലത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ അടങ്ങിയ ഔദ്യോഗിക ഒപ്പുകൾ പതിച്ച രേഖ ഒരു ലോഹ പേടകത്തിലാക്കി പാപ്പയുടെ ഭൗതിക ശരീരം വഹിക്കുന്ന പേടകത്തിൽ നിക്ഷേപിച്ചിരുന്നു. ഒപ്പം പാപ്പ മ്യൂണിക്കിലും റോമിലും ഉപയോഗിച്ചിരുന്ന 2 പാലിയവും അദ്ദേഹത്തിന്റെ കാലത്ത് വത്തിക്കാൻ ഭരണകൂടം പുറത്തിറക്കിയ നാണയങ്ങളും സ്മാരക മുദ്രകളും നിക്ഷേപിച്ചിരുന്നു. സാധാരണ മാർപ്പാപ്പമാരെ അടക്കുമ്പോൾ ഉള്ള പോലെ അധികാരവടിയും കുരിശും മൃതദേഹ പേടകത്തിനുള്ളിൽ വെച്ചിരുന്നില്ല. പാപ്പയുടെ നിഴലായി ജീവിതകാലത്തും മരണവേളയിലും ഒപ്പമുണ്ടായിരുന്ന ആർച്ച് ബിഷപ്പ് ജോർജ് ഗ്യാൻസ്വൈൻ അന്തിമോപചാരവും ചുംബനവും അർപ്പിച്ച രംഗങ്ങൾ വികാരഭരിതമായിരുന്നു. പ്രാദേശിക സമയം രാവിലെ 9:30 ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു.
Pax Vobis. മൃതസംസ്കാരക്രമം മാർപ്പാപ്പമാരുടേതുപോലെ ആയിരുന്നെങ്കിലും മരിക്കുമ്പോൾ മാർപ്പാപ്പ അല്ലാതിരുന്നതിനാൽ ചില വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നു. കർദിനാൾമാരുടെയും മെത്രാന്മാരുടെയും വിശ്വാസികളുടെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ബെനഡിക്ട് പാപ്പയ്ക്ക് രാജകീയ വിടയാണ് നൽകപ്പെട്ടത്. തന്റെ മുൻഗാമിയും സഭയെ നയിക്കുന്നതിൽ കാലമിത്രയും തനിക്ക് വിശ്വസ്ത പിന്തുണയും പ്രചോദനവുമായിരുന്ന ബെനഡിക്ട് പാപ്പയെപ്പറ്റി കണ്ടമിടറിയ സ്വരത്തിൽ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു. Anche noi, saldamente legati alle ultime parole del Signore e alla testimonianza che marcò la sua vita, ജീവിതത്തിൽ ഉടനീളം കർത്താവിന്റെ വചനത്തോട് വിശ്വസ്തതയും സാക്ഷ്യവും പുലർത്തിയ അദ്ദേഹത്തിന്റെ ചുവടുകൾ പിന്തുടരാൻ സഭാ സമൂഹമെന്ന നിലയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ അവസാന വാക്കുകൾ അനുസ്മരിച്ച് സഹോദരനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. സുവിശേഷത്തിന്റെ എണ്ണയാൽ തന്റെ ജീവിതത്തിലൂടെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും പരത്തുകയും ചെയ്ത വിളക്ക് പ്രകാശിച്ചു നിൽക്കുന്നതായി കർത്താവിന്റെ കരുണയുള്ള കരങ്ങൾ കണ്ടെത്തട്ടെ. പാപ്പ തുടർന്ന് പ്രാർത്ഥിച്ചു. കൃപയുടെ പിതാവേ, അങ്ങ് പത്രോസിന്റെ പിൻഗാമിയായും സഭയുടെ ഇടയനായും വാഴിച്ച അങ്ങയുടെ വചനത്തിന്റെ നിർഭയ പ്രഘോഷകനും ദിവ്യരഹസ്യങ്ങളുടെ വിശ്വസ്ത ശുശ്രൂഷകനുമായ എമരിറ്റസ് ബെനഡിക്ട് മാർപ്പാപ്പയെ ഞങ്ങൾ അങ്ങയുടെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു. സെയിന്റ് പീറ്റേഴ്സ് ചത്വരത്തിലെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം അന്തിമഘട്ട ശുശ്രൂഷകൾക്കായി ബെനഡിക്ട് പാപ്പയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പേടകം സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ നിലവറയിലേക്ക് കൊണ്ടുപോയപ്പോൾ പാപ്പ ഇപ്പോൾ വിശുദ്ധൻ എന്നും പാപ്പയ്ക്ക് നന്ദി എന്നും എഴുതിയ ബാനറുകൾ പിടിച്ചും അപ്രകാരം ഏറ്റുപറഞ്ഞു വിശ്വാസികൾ തങ്ങളുടെ സ്നേഹവും വിഷാദവും അടങ്ങിയ വികാരങ്ങൾ പ്രകടമാക്കി. എമരിറ്റസ് പാപ്പയുടെ ഭൗതിക ശരീരമടങ്ങിയ പേടകത്തിൽ തൊട്ടു പ്രാർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ തന്റെ സുഹൃത്തും സഹോദരനും ആയിരുന്നവന് അന്തിമ വിട ചൊല്ലി. ബസിലിക്കയിൽ അന്തിമഘട്ട ശുശ്രൂഷകൾക്ക് ശേഷം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കല്ലറയിൽ പ്രിയ ബെനഡിക്ട് പിതാവ് അന്ത്യവിശ്രമം പുൽകി. ചരിത്രത്തിലെ ഒരു നിർണായക യുഗത്തിന് തിരശ്ശീല വീഴ്ത്തി പ്രിയ ബെനഡിക്ട് പാപ്പ മണ്ണോട് ചേർന്നു. 2013 ഫെബ്രുവരി 28 ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം വിരമിക്കുന്ന ആദ്യ പാപ്പയായി എമരിറ്റസ് പാപ്പ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് സ്വയം സ്ഥാനത്യാഗം ചെയ്തത്. ഫാദർ ബെനഡിക്ട് എന്ന് തുടർന്ന് അറിയപ്പെടാനുള്ള ആഗ്രഹവും ആ വിനയാന്വിതനായ പിതാവ് പങ്കുവയ്ക്കുകയുണ്ടായി. മാർപ്പാപ്പ എന്ന പദവിയിലുള്ള തന്റെ അവസാന പ്രതിവാര പൊതുസദസ്സിൽ അജഗണത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ബെനഡിക്ട് പാപ്പ പങ്കുവച്ച ഇടയമൊഴികൾ അദ്ദേഹത്തിന്റെ ദൈവസ്നേഹവും സഭാസ്നേഹവും പ്രതിഫലിപ്പിക്കുന്നവയായിരുന്നു. പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ഗലീലി കടലിൽ മറ്റ് അപ്പസ്തോലന്മാർക്കൊപ്പം വഞ്ചിയിലായിരുന്ന വിശുദ്ധ പത്രോസിന്റെ അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അസംഖ്യ മത്സ്യങ്ങൾ വലയിൽ കുടുങ്ങിയ ഇളം കാറ്റിന്റെയും ഇളം വെയിലിന്റെയും നിരവധി ദിനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കടൽ പ്രക്ഷുബ്ധമാവുകയും കാറ്റ് പ്രതികൂലമാവുകയും ചെയ്ത അവസരങ്ങളും സഭാ ചരിത്രത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. കർത്താവ് ഉറങ്ങുകയാണെന്ന് തോന്നിക്കുന്ന നിമിഷങ്ങൾ. എന്നാൽ സഭാനൗകയുടെ അമരത്ത് കർത്താവുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സഭയുടെ അമരത്തുള്ള സ്ഥാനം എനിക്കോ നമുക്കാർക്കുമോ ഉള്ളതല്ല, അത് കർത്താവിൻ്റെതാണ്. തന്റെ സഭാനൗക മുങ്ങാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവ് അതിനെ നിയന്ത്രിക്കുകയും താങ്ങുകയും ചെയ്യും എന്നത് തീർച്ച. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അവിടുന്ന് തന്റെ പ്രവൃത്തി ചെയ്യും. ഒന്നിനും മാറ്റാനാകാത്ത എക്കാലത്തെയും ദൈവനിശ്ചയമാണ് ഇത്. അതിനാൽ എന്റെ ഹൃദയം അവിടുത്തോടുള്ള നന്ദിയാൽ നിറഞ്ഞു കവിയുകയാണ്. എന്തെന്നാൽ അവിടുത്തെ സഭയ്ക്കോ എനിക്കോ തന്റെ സ്നേഹവും സമാശ്വാസവും പകരുന്നതിൽ അവിടുന്ന് വീഴ്ച വരുത്തിയിട്ടില്ല. നിത്യജീവിതത്തിന്റെ പ്രത്യാശ പ്രഘോഷിച്ചതോടൊപ്പം സ്വന്തം മരണത്തിലൂടെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ നേർചിത്രമായിരുന്നു എമരിറ്റസ് ബെനഡിക്ട് പാപ്പയുടെ ജീവിതവും മരണവും. നിത്യരാജാവിന്റെ അടുക്കലേക്കുള്ള സഭയുടെ തീർത്ഥയാത്രയിൽ ഓരോരുത്തരും മരണത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് ആ വന്യപിതാവ് തന്റെ മരണനിമിഷങ്ങളെപ്പറ്റി
മുൻകൂട്ടി പ്രതിപാദിക്കവേ വ്യക്തമാക്കിയിരുന്നു. മരണം പുതിയ ജീവിതത്തിലേക്കുള്ള വാതിലാണെന്ന് സ്വന്തം മരണത്തിലൂടെ തെളിയിച്ച് കടന്നുപോയ ബെനഡിക്ട് 16 പാപ്പയുടെ നിത്യജീവന്റെ പ്രത്യാശയെപ്പറ്റിയുള്ള വാക്കുകൾ മരണത്തെ നേരിടാൻ ആർക്കും ധൈര്യവും പ്രത്യാശയും പകരുന്നതാണ്. 2022 ഫെബ്രുവരി 8 ബെനഡിക്ട് പാപ്പ തന്റെ മരണത്തെപ്പറ്റി കുറിച്ചത് ഇപ്രകാരം ആയിരുന്നു: അധികം വൈകാതെ എന്റെ ജീവിതത്തിലെ അന്തിമ വിധികർത്താവിന്റെ മുൻപാകെ ഞാൻ എന്നെ തന്നെ കണ്ടെത്തും. ദീർഘമായ എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയവും വിറയലും എന്നെ അലട്ടാൻ കാരണങ്ങൾ നിരവധിയുണ്ട്. എന്നിരുന്നാലും ഞാൻ നല്ല സന്തോഷവാനാണ്. കാരണം കർത്താവ് ന്യായാധിപൻ മാത്രമല്ല, സുഹൃത്തും സഹോദരനുമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എന്റെ പോരായ്മകൾക്കായി പാടുപീഡകൾ സഹിച്ചു കഴിഞ്ഞവനാണ് അവിടുന്ന്. കർത്താവ് എന്റെ അഭിഭാഷകനും വഴികാട്ടിയും ആണ്. ന്യായവിധിയുടെ മണിക്കൂർ ധ്യാനിക്കുമ്പോൾ ഒരു ക്രൈസ്തവനായതിൻ്റെ കൃപ എനിക്ക് കൂടുതൽ വ്യക്തമാകുന്നു. അത് എൻ്റെ ജീവിതത്തിൻ്റെ വിധികർത്താവിനെ പറ്റിയുള്ള കൂടുതൽ അറിവിലേക്കും ആത്മബന്ധത്തിലേക്കും എന്നെ നയിക്കുന്നു. അത് മരണത്തിൻ്റെ ഇരുണ്ട കവാടത്തിലൂടെ ആത്മവിശ്വാസത്തോടെ കടന്നുപോകാൻ എന്നെ പ്രാപ്തനാക്കുന്നു. എമരിറ്റസ് ബെനഡിക്ട് 16 പാപ്പ അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് പറഞ്ഞ വാക്കുകൾ തന്നെ പാപ്പയുടെ ജീവിതത്തിൽ കർത്താവിനുള്ള ഒന്നാം സ്ഥാനത്തെ വെളിപ്പെടുത്തുന്നവയായിരുന്നു. കർത്താവെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന വാക്കുകൾ ഉരുവിട്ട് നിത്യത പുലുകിയ ആ ഇടയ ശ്രേഷ്ഠനെ കർത്താവും അത്രമേൽ സ്നേഹിച്ചിരുന്നു എന്നത് നിസ്സംശയം പറയാം. ബെനഡിക്ട് 16 പാപ്പയുടെ കൂടെ സന്തത സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ പങ്കുവച്ച പാപ്പയുടെ അന്ത്യനിമിഷങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഒരു വിശുദ്ധ മരണത്തിന്റെ നേർചിത്രമാണ് വരച്ചുകാട്ടുന്നത്. പാപ്പ അന്ത്യശ്വാസം വലിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ആവർത്തിച്ചിരുന്നതായി ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ പറയുന്നു. പാപ്പയുടെ അടുത്തുണ്ടായിരുന്ന നഴ്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയതെന്നും ആർച്ച് ബിഷപ്പ് അറിയിച്ചു. പാപ്പയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധരോടുള്ള അടുപ്പത്തെക്കുറിച്ചുമുള്ള വെളിപ്പെടുത്തലുകളും EWTN അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ആർച്ച് ബിഷപ്പ് ജോർജ് ഗാൻസ്വീൻ വിവരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ബെനഡിക്ട് പാപ്പ പ്രാർത്ഥനയ്ക്കായി പ്രത്യേക സമയം മാറ്റിവെച്ചിരുന്നു. പ്രാർത്ഥനാ സമയങ്ങളെ വളരെ ഭക്തിയോടും വിശുദ്ധമായുമാണ് പാപ്പ കണ്ടിരുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന, ജപമാല, കാനോൻ നമസ്കാരം തുടങ്ങിയവ വളരെ ഭക്തിയോടെയാണ് പാപ്പ അനുഷ്ഠിച്ചിരുന്നത്. പ്രഥമസ്ഥാനം ദൈവത്തിന് നൽകണമെന്നും ആദ്യം തേടേണ്ടത് ദൈവരാജ്യമാണെന്നും പാപ്പ പറയുമായിരുന്നു. ബെനഡിക്ട് പാപ്പയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള വിശുദ്ധൻ യൗസേ പിതാവായിരുന്നു. ജോസഫ് നാമധാരി ആയിരുന്നതിനാൽ തന്നെ യൗസേ പിതാവിനോടുള്ള വണക്കം പല അവസരങ്ങളിലും പാപ്പ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പിന്നീട് വിശുദ്ധ അഗസ്റ്റിന്റെയും വിശുദ്ധ ബോനവെന്തൂറിന്റെയും ജീവിതവും അവർ സഭയ്ക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ച് ആഴമായി പഠിച്ച ബെനഡിക്ട് പാപ്പയ്ക്ക് ഇവരും പ്രിയപ്പെട്ടവരായി മാറുകയായിരുന്നു. കൂടാതെ പരിശുദ്ധ അമ്മയ്ക്ക് പാപ്പ പ്രത്യേകം സ്ഥാനം നൽകിയിരുന്നുവെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതിനു പുറമെ ആവിലയിലെ വിശുദ്ധ ത്രേസ്യ, വിശുദ്ധ കൊച്ചു ത്രേസ്യ, വിശുദ്ധ മദർ തെരേസയുടെ എളിമയും ദൃഢവിശ്വാസവും പാപ്പയെ ഏറെ സ്വാധീനിച്ചിരുന്നു. 1978 പാപ്പ മദർ തെരേസയെ സന്ദർശിച്ചതായും ആർച്ച് ബിഷപ്പ് സ്മരിച്ചു. 2006 തന്റെ മരണത്തിന് ഒരുക്കമായുള്ള പ്രസ്താവന തയ്യാറാക്കി നിത്യസമ്മാനം ഏറ്റുവാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയ അസാമാന്യ വ്യക്തിത്വമായിരുന്നു ബെനഡിക്ട് പാപ്പയുടേത്. ഇഹലോകവാസത്തിന്റെ നശ്വരതയെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ബെനഡിക്ട് പാപ്പ 2006 ഓഗസ്റ്റ് 29 എന്റെ ആത്മീയ സംഹിത എന്ന തലക്കെട്ടോടെ എഴുതിയ കുറിപ്പിൽ സഭയ്ക്കുള്ള ശക്തമായ താക്കീതും നൽകിയിരുന്നു. ആ പ്രവാചക ശബ്ദം അദ്ദേഹത്തിന്റെ മരണശേഷവും സഭാമാതാവിന്റെ കർണങ്ങളിൽ എക്കാലവും മാറ്റൊല്ലിക്കൊള്ളും എന്നതിൽ തർക്കമില്ല. പാപ്പയുടെ സ്വന്തം വാക്കുകളിലേക്ക്: എന്റെ ജീവിതത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഞാൻ കടന്നുവന്ന ദശാബ്ദങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുന്നു. എത്രയെത്ര കാരണങ്ങൾക്ക് ഞാൻ നന്ദി പറയേണ്ടിയിരിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി ഞാൻ ദൈവത്തിന് തന്നെ നന്ദി പ്രകാശിപ്പിക്കട്ടെ. എനിക്ക് എല്ലാം നൽകിയ ദൈവം, എനിക്ക് ജീവൻ തന്നതിന്, ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ആശയക്കുഴപ്പങ്ങൾക്ക് നടുവിലും
സംഭ്രമിച്ചു പോയപ്പോഴും മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നെ വഴി നടത്തിയതിന്, ഞാൻ വീണുപോയ അവസരങ്ങളിൽ എന്നെ താങ്ങി നിർത്തിയതിന്, ആ വെളിച്ചം എനിക്ക് പകർന്നു നൽകിയതിന്, പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, പിന്നിട്ട ഇരുട്ട് നിറഞ്ഞതും ദുഷ്കരവുമായ പാതകളെല്ലാം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. എല്ലാ ഇടങ്ങളിലും ദൈവം എന്നെ നന്നായി കരുതുകയും ചെയ്തിരുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് നന്ദി പറയുന്നു. വളരെ കഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിൽ പോലും എനിക്ക് ജന്മം നൽകാൻ തയ്യാറായതിന്, സ്നേഹം കൊണ്ടൊരുക്കിയ ഒരു ഗൃഹാന്തരീക്ഷത്തിന്. അതെല്ലാമാണ് ഇന്നും എൻ്റെ ഓരോ ദിവസങ്ങളിലും പ്രകാശം ചൊരിയുന്നത്. എൻ്റെ പിതാവിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയ വിശ്വാസമാണ് എന്നെയും സഹോദരങ്ങളെയും വിശ്വാസാധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കിയതും. ശാസ്ത്രീയമായ അറിവുകൾക്ക് നടുവിൽ ജീവിക്കുമ്പോഴും വ്യതിചലിക്കാതെ വിശ്വാസത്തിൽ അടിയുറപ്പിച്ചു നിർത്തിയതും എല്ലാം പിതാവ് പകർന്നു തന്ന വിശ്വാസം ആയിരുന്നു. എൻ്റെ അമ്മയുടെ ഹൃദയംഗമമായ ഭക്തിയും കരുണയും ഒരു പൈതൃകമായി തുടരുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും അധികമാവില്ല. എൻ്റെ സഹോദരി ദശാബ്ദങ്ങളോളം നിസ്വാർത്ഥമായി എന്നെ ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്തവളാണ്. എൻ്റെ സഹോദരൻ കൃത്യമായ വീക്ഷണത്തോടും കാഴ്ചപ്പാടോടും നിശ്ചയദാർഢ്യത്തോടും ഹൃദയവിശാലതയോടും കൂടി എനിക്ക് വഴി തെളിച്ചു തന്നു. ദൈവം എനിക്ക് സുഹൃത്തുക്കളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നൽകിയതിനെയോർത്ത് ഞാൻ നന്ദി പറയുന്നു. ജീവിത വഴിയിൽ താങ്ങാകുവാൻ ദൈവം നൽകിയതാണ് അവരെ. അവരിലൂടെ ദൈവം എനിക്ക് നൽകിയ നന്മകളെ ഞാൻ സ്മരിക്കുന്നു. ആൽപ്സിലെ ബവേറിയൻ താഴ്വരയിൽ ദൈവം എനിക്കായി നൽകിയ ഭവനത്തെയോർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മാതൃരാജ്യത്തിലെ ജനങ്ങളെ ഞാൻ ഓർക്കുന്നു. വിശ്വാസത്തിൻ്റെയും കാലത്തിൻ്റെയും സൗന്ദര്യം അനുഭവിക്കാൻ എന്നെ അവർ അനുവദിച്ചതിനെയോർത്ത് ഞാൻ അവരോട് നന്ദി പറയുന്നു. ഈ രാജ്യം എന്നും വിശ്വാസത്തിൽ നിലനിൽക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഏത് സാഹചര്യത്തിലും വിശ്വാസത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഇടയാകരുത്. ഏറ്റവും അവസാനമായി ജീവിതത്തിലുടനീളം ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി എൻ്റെ രണ്ടാം ഭവനമായ റോമിലും ഇറ്റലിയിലും വെച്ച് ദൈവം വഴി നടത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിച്ചവരോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ദേശക്കാരോട് നേരത്തെ ഞാൻ ആവശ്യപ്പെട്ടത് ഇപ്പോൾ സഭയിലുള്ള എല്ലാവരോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക. ആശയക്കുഴപ്പങ്ങളിൽ വീണുപോകാതെ ശ്രദ്ധിക്കുക. ശാസ്ത്രവും ചരിത്ര ഗവേഷണങ്ങളും പ്രത്യേകിച്ച് പലവിധ വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങളും കത്തോലിക്ക വിശ്വാസത്തിന് വിരുദ്ധമായി വന്നേക്കാം. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ കത്തോലിക്ക വിശ്വാസത്തിനെതിരായ പഠനങ്ങൾ കുറച്ചു നാളുകൾക്ക് ശേഷം മാഞ്ഞു പോകുന്നതും കണ്ടിട്ടുണ്ട്. അതൊന്നും ശാസ്ത്രമല്ല, തത്വചിന്താപരമായ ചില അനുമാനങ്ങൾ മാത്രമായിരുന്നുവെന്ന് തെളിയിക്കപ്പെട്ടു. കഴിഞ്ഞ 60 വർഷമായി ഞാൻ ദൈവശാസ്ത്രത്തിൻ്റെ പാതയിലാണ്. ഈ കാലഘട്ടത്തിൽ പല സിദ്ധാന്തങ്ങളുടെയും പതനം ഞാൻ കണ്ടിട്ടുണ്ട്. പലതും ഇന്നും പൊന്തി വരുന്നുമുണ്ട്. എന്നാൽ യേശുക്രിസ്തുവാണ് ശരിയായ വഴിയും സത്യവും ജീവനും. സഭ എല്ലാ കുറവുകളോടും കൂടെ യേശുവിൻ്റെ ശരീരവുമാണ്. അവസാനമായി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് താഴ്മയായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾ വഴി എൻ്റെ പാപങ്ങളും കുറവുകളുമെല്ലാം പുറത്ത് ദൈവം എന്നെ നിത്യവസതിയിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. സഭയുടെ വിശുദ്ധ ആരാമത്തിലേക്ക് യാത്രയായ നമ്മുടെ സ്വന്തം എമരിറ്റസ് ബെനഡിക്ട് പാപ്പയ്ക്ക് വീരോചിതമായ യാത്രയയപ്പ് പ്രാർത്ഥനാ പ്രണാമങ്ങളോടെ സമർപ്പിക്കുന്നു. തൻ്റെ മുൻഗാമിയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ ആദ്യ കബറിടത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വാസത്തിൻ്റെ ആ ധീര പോരാളിയുടെ അൾത്താരവണക്കത്തിലേക്കുള്ള യാത്ര വിദൂരമല്ലെന്ന് പ്രതീക്ഷിക്കാം. ദൈവശാസ്ത്രത്തിലും വിശ്വാസ സത്യങ്ങളിലും അണുവിട വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരുന്ന നമ്മുടെ സഭാനൗകയുടെ ആ കപ്പിത്താന് കർത്താവിൻ്റെ നിത്യഗേഹത്തിൽ പരമാനന്ദം അനുഭവിക്കാൻ ഇടയാകട്ടെ. നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയ പാപ്പയ്ക്ക് നല്ല കർത്താവ് നീതിയുടെ കിരീടം സമ്മാനിക്കട്ടെ. നിത്യതയിൽ ഒരുമിക്കുവോളം അജഗണത്തിന്റെ മണമുള്ള ആ നല്ല ഇടയന് സ്നേഹപ്രണാമങ്ങളോടെ വിടാം. നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകി
നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ